പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനാൻ ഞാൻ പോരാത്തവളാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനാൻ ഞാൻ പോരാത്തവളാണേ. ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി, ഒരു വാക്കുമതി എനിക്കത് മതി. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനാൻ ഞാൻ പോരാത്തവളാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവളാണേ, എന്റെ കൂടെ നിരപ്പാനാൻ ഞാൻ പോരാത്തവളാണേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജൂലൈ മാസം 14-ാം തീയതി വരെ എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും അല്ലെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. യഹോവയുടെ മുമ്പാകെ വെച്ച കാര്യങ്ങൾ. പ്രിയരെ, നമുക്ക് ഒരുമിച്ച് കുറുവാക്യത്തിലേക്ക് കടന്നു വരാം. സംഖ്യാപുസ്തകം 27-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക്. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. ഞാനും നിങ്ങളും വായിച്ചു കേട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. വായിച്ചു കേട്ട വചന പശ്ചാത്തലം എന്ന് പറയുന്നത്, സെലോഫാദാത്തിന്റെ 5 പുത്രിമാർ മോശയുടെ അടുക്കിലേക്ക് വരികയാണ്. അവർ അവരുടെ അവകാശത്തിനു വേണ്ടി മോശയോട് സംസാരിക്കുന്ന ഭാഗമാണ് ഈ വായിച്ചു കേട്ടതും. മോശ അവരുടെ ആവശ്യങ്ങളെ യഹോവയുടെ സന്നിധിയിലേക്ക് വെക്കുകയാണ്, യഹോവയുടെ മുമ്പാകെ വെക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്ത വിഷയങ്ങളെ, ലോകത്തിനോ മനുഷ്യനോ നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങളെ യഹോവയുടെ മുമ്പാകെ വെക്കാമെങ്കിൽ, ദൈവത്തിന്റെ മുമ്പാകെ വെക്കാമെങ്കിൽ അതിനകത്തൊരു അത്ഭുത വഴി നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കും. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വാസത്തിൽ ഈ വചനത്തെ ആഴമായി ശ്രദ്ധിക്കുക. ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി 27-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം തുടങ്ങി ഞാനൊന്ന് വായിക്കാൻ പോവുകയാണ്. അവർ സമാപന കൂടാരത്തിന്റെ വാതിൽക്കൽ മോശയുടെയും എലിയാസർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സഭയുടെ മുമ്പാകെ നിന്ന് പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നില്ല. അവൻ സ്വന്തം പാപത്താൽ അത്രേ മരിച്ചത്. അവന് പുത്രന്മാർ ഉണ്ടായിരുന്നില്ല. 4-ാമത്തെ വാക്യം. ഞങ്ങളുടെ അപ്പന് മകൻ ഇല്ലാത്തത് കൊണ്ട് അവന്റെ പേര് കുടുംബത്തിൽ നിന്ന് ഇല്ലാത്തത് എന്ത്? അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം തരണം. ഈ വായിച്ചു കേട്ട വചന പശ്ചാത്തലം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതാ അവർക്ക് കിട്ടേണ്ട അവകാശത്തിന് വേണ്ടി അവർ മോശയുടെ അടുക്കലേക്ക് സമീപിക്കുകയാണ്. അവർക്കൊരു നീതി ലഭിക്കേണ്ടതിനായിട്ട്. പിതാവ് മരിച്ചു പോകുമ്പോൾ അവിടെ ഒരു ആൺതലമുറ ഇല്ലാത്തത് കൊണ്ട് അവരുടെ അവകാശം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പന്റെ സഹോദരന്മാരുടെ നടുവിൽ അവർക്ക് വെളിപ്പെടേണ്ട അവകാശം വെളിപ്പെട്ടു വരുന്നില്ല. ആ നീതിക്ക് വേണ്ടി ഇതാ അവർ മോശയുടെ അടുക്കലേക്ക് വരികയാണ്. മോശ ദൈവത്തിന്റെ മുമ്പാകെ അവരുടെ വിഷയത്തെ, അവരുടെ കാര്യത്തെ സമർപ്പിക്കുകയാണ്. അടുത്ത 6-7 വാക്യങ്ങൾ ദൈവം മോശയോട് മറുപടി പറയുക. എന്നെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി 6-7 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യഹോവ മോശയോട് അരുൾ ചെയ്തത്, സെലോഫാത്തിന്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പന്റെ അവകാശം അവർക്ക് കൊടുക്കണം. ഈ 2 വാക്യങ്ങള് ദൈവത്തിൽ നിന്നും മറുപടി ലഭിക്കുകയാണ്. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയത്തെ, നിങ്ങളുടെ കാര്യങ്ങളെ യഹോവയുടെ മുമ്പാകെ വെക്കാമെങ്കിൽ എൻ്റെ ദൈവം മറുപടി പറയുന്നവനാണ്. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു പുതിയ നിയമത്തെ എഴുതുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മനുഷ്യർക്കോ അധികാരങ്ങൾക്കോ
നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പറ്റത്തില്ലെങ്കിൽ, ആ വിഷയത്തെ, ആ കാര്യത്തെ യഹോവയുടെ മുമ്പാകെ വെക്കാൻ പറ്റുമെങ്കിൽ, അന്നുവരെ വെളിപ്പെടാത്ത രീതിയിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരത്ഭുതത്തെ ചെയ്യും. 8-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. അന്നു മുതൽ ദൈവം ഒരു പുതിയ കൽപ്പന അവിടെ കൊണ്ടുവരികയാണ്. 8-ാമത്തെ വാക്യം, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവന്റെ അവകാശം അവന്റെ മകൾക്ക് കൊടുക്കണം. നിങ്ങൾ നോക്കിയ ആ 5 മക്കൾക്ക് വേണ്ടി എൻ്റെ ദൈവം പുതിയൊരു രേഖ എഴുതുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, നിങ്ങളുടെ കാര്യങ്ങളെ യഹോവയുടെ മുമ്പാകെ വെക്കാമെങ്കിൽ, ലോകത്തിലെ അധികാരികൾ പറയുന്ന പോലല്ല. ഗവൺമെന്റിൽ ചെന്നാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഫയലുകൾ മാറ്റി മാറ്റി അവർ വർഷങ്ങൾ വയ്ക്കുമായിരിക്കാം, മാസങ്ങൾ വയ്ക്കുമായിരിക്കാം. പക്ഷേ യഹോവയുടെ മുമ്പിലേക്ക് വെച്ചാൽ ആ വിഷയത്തിനകത്ത് നാളെ വാ, പിന്നെ പറയാം എന്നൊരു വാക്കില്ല. കർത്താവ് അതിനകത്ത് നിനക്ക് വേണ്ടി ഒരു നീക്കുപോക്ക് വയ്ക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് സമർപ്പിച്ചാട്ടെ. നിനക്ക് വേണ്ടി ഒരു അത്ഭുതത്തിന്റെ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ഈ ഹല്ലേലൂയ ഒരുപക്ഷെ തലമുറ വിവാഹത്തിലായിരിക്കാം, ഒരുപക്ഷെ ഹല്ലേലൂയ സാമ്പത്തിക വിഷയത്തിലായിരിക്കാം, ഒരുപക്ഷെ യാത്രകൾ തടയപ്പെട്ട് നിൽക്കുകയായിരിക്കാം. നിനക്ക് വേണ്ടി യഹോവയുടെ മുമ്പാകെ ഈ കാര്യം വയ്ക്കുമ്പോൾ ഒരത്ഭുത വഴി എൻ്റെ ദൈവം തുറക്കാൻ പോവുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ യഹോവയുടെ മുമ്പാകെ ഞങ്ങളുടെ കാര്യങ്ങൾ വയ്ക്കുക. ലോകം പറയാത്ത ചില വാതിലുകളും വഴികളും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുന്നതിനായി, ഞങ്ങളുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പ, അത്ഭുതം അങ്ങ് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ അറിയാം, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. അനേകർക്ക് അത് അനുഗ്രഹമാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുവരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.